കുറുമണ്ണ് സെന്റ് ജോൺസ് ഹൈസ്കൂളിൻ്റെ 2024-25 അക്കാദമിക പ്രവർത്തനങ്ങളുടെ 96ാമത് വാർഷിക റിപ്പോർട്ട്. പ്രശാന്തസുന്ദരമായ കുറുമണ്ണ് ഗ്രാമത്തിന് അനശ്വരമായ അക്ഷരങ്ങളുടെ വെളിച്ചം പകർന്നു നൽകി പ്രശോഭിക്കുന്ന വിദ്യയുടെ വിള്ളനിലമാണ് കുറുമണ്ണ് സെന്റ് ജോൺസ് ഹൈസ്കൂൾ. ഈ അധ്യയന വർഷം അനുഗ്രഹവർഷത്താൽ നമ്മെ ധന്യരാക്കിക്കൊണ്ടിരിക്കുന്ന നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നേട്ടങ്ങളുടെയും പുരോഗതിയുടെയും വിജയഗാഥകൾ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി നിങ്ങളുടെ മുൻപിൽ സവിനയം അവതരിപ്പിക്കുന്നു. സ്കൂൾ മാനേജ്മെന്റ്. പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി റവറൻഡ് ഫാദർ ജോർജ് പുല്ലുകാലായോടും സ്കൂളിന്റെ സർവോന്മുഖമായ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മാനേജർ റവറൻഡ് ഫാദർ അഗസ്റ്റിൻ പീടികമലയിലിനോടും ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. സ്കൂൾ സ്റ്റാഫ്. പ്രഥമ അധ്യാപകനായ ശ്രീ ബിജോയ് ജോസഫ് സ്കൂളിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു. പ്രഥമ അധ്യാപകനും 26 അധ്യാപകരും 4 അനധ്യാപകരും ഉൾപ്പെടെ 31 സ്റ്റാഫ് അംഗങ്ങളാണ് ഇവിടെയുള്ളത്. ഈ അധ്യയന വർഷം മുതൽ പുതിയ ഇംഗ്ലീഷ് പോസ്റ്റിലേക്ക് ശ്രീ അലൻ മാലുവൽ അലോഷ്യസിന്റെ സേവനം ലഭിച്ചു വരുന്നു. ഹൈസ്കൂൾ വിഭാഗം അധ്യാപകരായ ശ്രീ ജോബിൻ തോമസ്, ശ്രീ മോൻസ് അഗസ്റ്റിൻ, ശ്രീമതി രമ്യ രാജൻ എന്നിവർ സ്ഥലം മാറിയ ഒഴിവിൽ യഥാക്രമം ശ്രീമതി സിനി ജോസ്, ശ്രീമതി ജെയിൻ പോൾ, ശ്രീമതി ഗീതിക സെബാസ്റ്റ്യൻ എന്നിവരും UP വിഭാഗം അധ്യാപകരായ ശ്രീമതി സുബി തോമസ്, ശ്രീ ഡോണി പി സാജു എന്നിവർക്ക് പകരം യഥാക്രമം ശ്രീമതി സുമി മാത്യു, ശ്രീമതി ശാലിനി ബേബി എന്നിവരും നിയമിതരായി. സിസ്റ്റർ ലീന ജോർജ്, സിസ്റ്റർ റാണി എന്നിവർ ലീവെടുത്ത ഒഴിവിൽ നയൻതാര ജയത്തള്ളി, ശ്രീമതി നവ്യമോൾ സണ്ണി എന്നിവർ സേവനമനുഷ്ഠിച്ചു വരുന്നു. വിദ്യാർത്ഥികൾ. ഈ വർഷം 168 ആൺകുട്ടികളും 208 പെൺകുട്ടികളും ഉൾപ്പെടെ 376 കുട്ടികൾ നമ്മുടെ സ്കൂളിൽ അധ്യയനം നടത്തുന്നു. മിഡ് ടേം ടെസ്റ്റ്, നിരന്തര മൂല്യനിർണ്ണയം, ക്ലാസ് PTA എന്നിവ വഴി കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്തുന്നു. പഠനത്തിൽ മികച്ച വിജയം നേടുന്ന കുട്ടികൾക്ക് മെഡലുകളും വിതരണം ചെയ്യുന്നു. ഡിഫറൻലി ഏബിൾഡ് ആയ കുട്ടികൾക്ക് പരിശീലനം നൽകുവാൻ രാമപുരം BRCയിൽ നിന്ന് ശ്രീ ഡോൺ ഗ്രിഗറിയുടെ സേവനവും ലഭിച്ചു വരുന്നു. SSLC വിജയം. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ 72 കുട്ടികൾ പരീക്ഷ എഴുതി 100% വിജയം കൈവരിച്ചു. 15 കുട്ടികൾ ഫുൾ A+ ഗ്രേഡുകളും 4 കുട്ടികൾ 9 A+ ഗ്രേഡുകളും നേടി. ഈ വർഷം 74 കുട്ടികളാണ് SSLC പരീക്ഷയ്ക്കായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്കുള്ള ക്രമമായ പരിശീലനം ശനിയാഴ്ച ഉൾപ്പെടെയുള്ള അവധി ദിവസങ്ങളിലും പ്രഭാത സായാഹ്ന സമയങ്ങളിലുമായി നടത്തിവരുന്നു. ജനുവരി 1-ാം തീയതി മുതൽ രാവിലെ 8:30 മുതലും വൈകുന്നേരം 5:30 വരെയും ക്ലാസുകൾ നൽകുന്നു. ഭവന സന്ദർശനം, പഠന സമയ പഞ്ചിങ് കാർഡ്, അധ്യാപകർക്ക് 5 കുട്ടികളെ വീതം മെന്റർ ചുമതല എന്നിവയും SSLC വിജയത്തിനായി നടത്തിവരുന്നു. വ്യത്യസ്ത പഠന നിലവാരത്തിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരീക്ഷാ വിജയത്തിനായി നിങ്ങൾ ഏവരുടെയും പ്രാർത്ഥനാ സഹായവും ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ. അതോടൊപ്പം LSS, USS, NMMS പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്രമമായ പരിശീലനവും നടത്തിവരുന്നു. സ്കൂൾ പ്രവേശനോത്സവം. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിജി തമ്പി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ അഗസ്റ്റിൻ പീടികമലയിൽ അധ്യക്ഷത വഹിച്ചു. നവാഗതരായ കുട്ടികൾക്ക് പൂക്കളും മധുരപലഹാരവും നൽകി സ്വീകരിച്ചു. വിജയദിനാഘോഷം. SSLC പരീക്ഷയിലും NMMS പരീക്ഷയിലും മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നതിനായി ജൂൺ 25-ാം തീയതി വിജയദിനാഘോഷം നടത്തി. പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി റവറൻഡ് ഫാദർ ജോർജ് പുല്ലുകാലായിൽ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പൊതുയോഗം. ഈ വർഷത്തെ PTA പൊതുയോഗത്തിൽ അറക്കുളം ഹയർ സെക്കൻഡറി അധ്യാപകൻ ശ്രീ ടോം കളപ്പുര ക്ലാസ് നയിച്ചു. ശ്രീ സുബി തോമസ് ഓടയ്ക്കൽ PTA പ്രസിഡന്റായും ശ്രീ രാജേഷ് ഫിലിപ്പ് വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. MPTA പ്രസിഡന്റായി ശ്രീമതി ബിന്ദു ജോഷിയെയും തെരഞ്ഞെടുത്തു. തുടർന്ന് PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും തെരഞ്ഞെടുപ്പ് നടത്തി. PTA, MPTA അംഗങ്ങൾ സജീവമായി സ്കൂളിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. NMMS വിജയം. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന NMMS പരീക്ഷയിൽ
ഡെല്ല മോണിക്ക ബിജു, മാധവ് പി ബിജു, ജീവൻ കെ ജെ, അലൻ ജോസഫ് എന്നിവർ സ്കോളർഷിപ്പിന് അർഹരായി. പാർലമെന്റ്. ഈ വർഷത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ സഹായത്തോടെ പൊതു തെരഞ്ഞെടുപ്പിന്റെ മാതൃകയിൽ നടത്തപ്പെട്ടു. സ്കൂൾ ലീഡറായി മാസ്റ്റർ അക്ഷയ് വി എസും ചെയർപേഴ്സണായി കുമാരി ആഷ അജയനും തെരഞ്ഞെടുക്കപ്പെട്ടു. മറ്റു സ്കൂൾ പാർലമെന്റ് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ശ്രീ ജോൺസ്മോൻ കെ ഇ നേതൃത്വം നൽകി. സ്കൂൾ സൊസൈറ്റി. സിസ്റ്റർ സ്റ്റെല്ല തോമസ്, ശ്രീ അലൻ മാലുവൽ അലോഷ്യസ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ സഹകരണ സംഘം വഴി കുട്ടികൾക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്യുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി. ശ്രീ ഡയസ് കുര്യൻ, ശ്രീമതി റിയാമോൾ ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ കുട്ടികളെ ഉൾപ്പെടുത്തി ഉച്ചഭക്ഷണ പദ്ധതി നടത്തിവരുന്നു. ആഴ്ചയിൽ 1 തവണ മുട്ടയും 2 ദിവസം പാലും കുട്ടികൾക്ക് നൽകി വരുന്നു. സ്കൂൾ ലൈബ്രറി. അധ്യയന വർഷാരംഭത്തിൽ തന്നെ കുട്ടികൾക്ക് വായനയ്ക്കായി പുസ്തകങ്ങൾ ക്ലാസ് അടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുന്നു. ജന്മദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിലേക്ക് നൽകുന്നു. ലൈബ്രറി പുസ്തകം വായിച്ച് വായനാ ബുക്ക് തയ്യാറാക്കൽ, പത്രവായനാ ബുക്ക് തയ്യാറാക്കൽ എന്നീ പ്രവർത്തനങ്ങളും ഇതിനോടനുബന്ധിച്ച് നടത്തുന്നു. കൊല്ലപ്പള്ളി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വ്യക്തിത്വ വികസന ക്ലാസും ദീപിക നമ്മുടെ ഭാഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തുകയുണ്ടായി. കാരുണ്യ സ്പർശം പദ്ധതി. ഈ പദ്ധതിയുടെ ഭാഗമായി മറ്റത്തിപ്പാറയിലെ സാന്തോം വില്ലേജ് അന്തേവാസികൾക്ക് എല്ലാ ബുധനാഴ്ചയും പൊതിച്ചോറ് എത്തിച്ചു നൽകുന്നു. ഓരോ ക്ലാസിന്റെയും ചാരിറ്റി ബോക്സിൽ നിന്ന് ലഭിച്ച തുക നിർധനരായ കുട്ടികളുടെ കുടുംബങ്ങൾക്ക് നൽകുന്നു. ക്രിസ്മസിനോടനുബന്ധിച്ച് കുട്ടികളിൽ നിന്ന് നിത്യോപയോഗ സാധനങ്ങൾ ശേഖരിച്ച് പാലാ മരിയ സദൻ അന്തേവാസികൾക്ക് നൽകുകയും ചെയ്തു. പച്ചക്കുടുക്ക പദ്ധതി. കുട്ടികളിൽ കൃഷിയോട് ആഭിമുഖ്യവും കാർഷിക വൃത്തിയിലൂടെ സമ്പാദ്യശീലവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന പച്ചക്കുടുക്ക പദ്ധതിയുടെ ഉദ്ഘാടനം തൊടുപുഴ കാർഡ്സ് ചെയർമാൻ ശ്രീ ആന്റണി കണ്ടിരിക്കൽ നിർവഹിച്ചു. എല്ലാ വെള്ളിയാഴ്ചയും കുട്ടികളിൽ നിന്ന് പച്ചക്കറികൾ ശേഖരിക്കുകയും ഇതിൽ നിന്ന് ലഭിച്ച തുക കുട്ടിയുടെ പേരിൽ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. 75,000 രൂപയുടെ കാർഷിക വിഭവങ്ങൾ ഈ പദ്ധതി വഴി ശേഖരിച്ചു. പഠനയാത്രകൾ. ഈ വർഷം LP, UP 8ാം ക്ലാസ് കുട്ടികൾക്കായി ചാലക്കുടി സിൽവർ സ്റ്റോം പഠനയാത്രയും 9ാം ക്ലാസ് കുട്ടികൾക്കായി മലമ്പുഴ, ഊട്ടി പഠനയാത്രയും നടത്തി. മതപഠനവും സന്മാർഗ പരിശീലനവും. പാലാരൂപത എഡ്യൂക്കേഷണൽ ഏജൻസി നടത്തിയ മതപഠന സ്കോളർഷിപ്പ് പരീക്ഷയിൽ കുമാരി ഏഞ്ചലീന ബിനു 3ാം സ്ഥാനത്തിനും സന്മാർഗ പഠന സ്കോളർഷിപ്പ് പരീക്ഷയിൽ മാസ്റ്റർ കിരൺ റിനീഷ് പ്രോത്സാഹന സമ്മാനത്തിനും അർഹരായി. കുട്ടികളുടെ ആധ്യാത്മിക നവീകരണത്തിനായി ജപമാല നമസ്കാരവും എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിലും കുമ്പസാരവും പരിശുദ്ധ കുർബാനയും ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പീടികമലയിൽ അച്ഛൻ്റെയും ബഹുമാനപ്പെട്ട മാത്യു അമ്മോട്ടുകുന്നേൽ അച്ഛൻ്റെയും നേതൃത്വത്തിൽ നടത്തുന്നു. വിവിധ പരിശീലന ക്ലാസുകൾ. കുട്ടികളുടെ വിവിധങ്ങളായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കരാട്ടെ, യോഗ, റോളർ സ്കേറ്റിംഗ് എന്നിവയുടെ പരിശീലനവും നൽകുന്നു. കരാട്ടെ മാസ്റ്റർ സെൻസെ ബിൻസി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ സെൽഫ് ഡിഫൻസ് ക്ലാസുകളും നൽകുന്നു. ഫസ്റ്റ് ബാച്ച് കുട്ടികൾ 9 പേർ യെല്ലോ ബെൽറ്റ് ഗ്രേഡിംഗ് വിജയകരമായി പൂർത്തിയാക്കി. ദിനാചരണങ്ങൾ. വിവിധ ദിനാചരണങ്ങളോടനുബന്ധിച്ച് സന്ദേശങ്ങൾ നൽകുകയും മത്സരങ്ങൾ നടത്തുകയും ചെയ്യുന്നു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് വൃക്ഷത്തൈ വിതരണം നടത്തുകയുണ്ടായി. ജൂൺ 21 യോഗാ ദിനത്തോടനുബന്ധിച്ച് മെഗാ യോഗ പ്രാക്ടീസ് നടത്തി. 2024 പാരീസ് ഒളിമ്പിക്സിന് ആശംസകൾ അറിയിച്ച് ദീപശിഖ കൈമാറുകയും അസംബ്ലി ഹാളിൽ ഒളിമ്പിക്സ് വളയങ്ങളുടെ മാതൃകയിൽ കുട്ടികൾ അണിനിരക്കുകയും ചെയ്തു. ഈ വർഷത്തെ ഓണാഘോഷം PTA, MPTA സഹകരണത്തോടെ സംഘടിപ്പിച്ചു. വടംവലി, അത്തപ്പൂക്കളം, ഓണപ്പാട്ട്, മാവേലി മന്നൻ, മലയാളി മങ്ക, തിരികത്തിച്ചോട്ടം തുടങ്ങിയ വിവിധ മത്സരങ്ങളും നടത്തി. അഡാർട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. നവംബർ 14 ശിശുദിനത്തോടനുബന്ധിച്ച് KG, LP വിഭാഗം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടത്തി. ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് പുൽക്കൂട് മത്സരം, ക്രിസ്മസ് ട്രീ നറുക്കെടുപ്പ്, കരോൾ മത്സരം, പാപ്പ മത്സരം, കേക്ക് വിതരണം ഇവ നടത്തി.
കലോത്സവം. കുറിച്ചിത്താനത്ത് വെച്ച് നടന്ന രാമപുരം ഉപജില്ലാ കലോത്സവത്തിൽ LP, UP, ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ പങ്കെടുത്ത് പ്രശംസനീയമായ വിജയം നേടി. ഹൈസ്കൂൾ വിഭാഗം മലയാളം ഉപന്യാസ രചന ഡെല്ല മോണിക്ക ബിജു, മാപ്പിളപ്പാട്ട് ആൽബർട്ട് ജോബി, കന്നഡ പദ്യംചൊല്ലൽ അയോണ ഷാബു, ഉറുദു സംഘഗാനം, ദേശഭക്തിഗാനം എന്നിവയിൽ ഫസ്റ്റും A ഗ്രേഡും ലഭിച്ചു. തലയോലപ്പറമ്പിൽ വെച്ച് നടന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിലും ഇവർ പങ്കെടുത്ത് ഗ്രേഡുകൾ നേടി. കായികമേള. ഈ വർഷത്തെ സ്കൂൾ കായികമേള മുൻ SPG കമാൻഡോയും പ്രമുഖ യൂട്യൂബറുമായ സജി പാല ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ അത്ലറ്റിക്സ് കായികമേളയിൽ ഗായത്രി ജോബി 100 മീറ്റർ, 200 മീറ്റർ റേസ്, ജുവൽ മരിയ ജിബി ഹൈജംപ്, അഭിദേവ് ഉല്ലാസ് 600 മീറ്റർ, അഭിജിത്ത് ഉല്ലാസ് ഷോട്ട് പുട്ട്, ആഞ്ചലിന വി മാത്യു ജാവലിൻ ത്രോ എന്നിവർ ഫസ്റ്റ് നേടി. സബ് ജൂനിയർ ബോയ്സ് ചെസ്, സ്വിമ്മിംഗ് എന്നിവയിൽ ഫിൽജോ രാജേഷിന് ഫസ്റ്റ് ലഭിച്ചു. സബ് ജൂനിയർ ഗേൾസ് ബാഡ്മിന്റൺ, ഫുട്ബോൾ എന്നീ ഇനങ്ങളിലും ഫസ്റ്റ് നേടി. സബ് ജൂനിയർ ബോയ്സ് ടേബിൾ ടെന്നീസിലും സമ്മാനം നേടുകയുണ്ടായി. കണ്ണൂരിൽ നടന്ന സ്റ്റേറ്റ് ലെവൽ യോഗ ചാമ്പ്യൻഷിപ്പിൽ 10ാം ക്ലാസ്സിലെ ടിറ്റോ തങ്കച്ചൻ, നവീൻ മനോജ് എന്നിവർ പങ്കെടുത്തു. ശാസ്ത്രമേള. സ്കൂൾ തല ശാസ്ത്രമേളയിൽ കുട്ടികൾ സജീവമായി പങ്കെടുത്തു. ഉപജില്ലാ ശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ വിഭാഗം സയൻസ് ക്വിസിൽ മാധവ് P. ബിജു 1ാം സ്ഥാനവും ജില്ലാതല മത്സരത്തിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇൻസ്പയർ അവാർഡ്, യങ് ഇന്നവേറ്റേഴ്സ് പ്രോഗ്രാം, സ്കൂൾ ഇന്നവേഷൻ മാരത്തോൺ എന്നീ മത്സരങ്ങൾക്ക് പ്രോജക്റ്റുകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. യങ് ഇന്നവേറ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ പ്രാഥമിക റൗണ്ടിൽ അഭിനന്ദ് R, കിരൺ റനീഷ് എന്നിവരുടെ പ്രോജക്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഉപജില്ലാ IT ക്വിസ് മത്സരത്തിൽ ഡോൺ ജിറ്റോ ഫസ്റ്റ് നേടി. ഹൈസ്കൂൾ വിഭാഗം മാത്തമാറ്റിക്സ് ഗ്രൂപ്പ് പ്രോജക്റ്റിൽ ഏഞ്ചലീന ബിനു, അമീഷ അനീഷ് എന്നിവർക്ക് ഫസ്റ്റ് ലഭിച്ചു. ഇവർ ജില്ലാതല മത്സരത്തിൽ പങ്കെടുത്ത് A ഗ്രേഡും നേടി. ഉപജില്ലാ പ്രവൃത്തി പരിചയ മേളയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ നമ്മുടെ സ്കൂൾ 4ാം സ്ഥാനത്ത് എത്തി. ഇലക്ട്രോണിക്സ് അക്ഷയ് VS, പ്രോഡക്റ്റ് യൂസിംഗ് വേസ്റ്റ് മെറ്റീരിയൽ നിഖില ജോഷി, അഗർബത്തി മേക്കിംഗ് അക്ഷയ KS എന്നിവർക്ക് ഫസ്റ്റും A ഗ്രേഡും ലഭിക്കുകയുണ്ടായി. നിരവധി ഗ്രേഡുകളും LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങൾ നേടുകയുണ്ടായി. KSSLന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അൽഫോൻസ കളറിംഗ് മത്സരം, സാഹിത്യരചനാ മത്സരം, കലോത്സവം എന്നിവയിൽ സജീവമായി പങ്കെടുത്തു. UP ഹൈസ്കൂൾ വിഭാഗം സ്റ്റഡി സർക്കിൾ, KCSL ആന്തം, കഥാരചന എന്നിവയിൽ സെക്കൻഡ് ലഭിച്ചു. DCL ദീപിക കളറിന്ത്യ മത്സരം, DCL IQ ടെസ്റ്റ്, ടാലൻറ്റ് ഫെസ്റ്റ് ഇവയിൽ KG, LP, UP ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നായി പങ്കെടുത്ത് ട്രോഫികൾ കരസ്ഥമാക്കി. കുമാരി ഏഞ്ചലീന ബിനു DCL IQ ടെസ്റ്റിൽ ക്യാഷ് അവാർഡ് കരസ്ഥമാക്കി. ഹെൽത്ത് ക്ലബ്ബ്. കടനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ പ്രതിരോധ കുത്തിവയ്പ്പുകളും വൈറ്റമിൻ ഗുളികകളും കുട്ടികൾക്ക് നൽകി വരുന്നു. 7, 8, 9 ക്ലാസ്സുകളിലെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കായി അവയർനെസ് ക്ലാസും നടത്തുകയുണ്ടായി. GK ക്ലബ്ബ്. വിവിധ ദിനാചരണങ്ങളോടനുബന്ധിച്ച് ക്വിസ് മത്സരം നടത്തുകയും പത്രമാസികകളിൽ നിന്നുള്ള പൊതുവിജ്ഞാനം എഴുതി കുട്ടികൾ GK ബോക്സിൽ ഇടുകയും എല്ലാ ആഴ്ചയിലും സമ്മാനങ്ങൾ നൽകി വരികയും ചെയ്യുന്നു. കാർഷിക ക്ലബ്ബ്. നമ്മുടെ സ്കൂളിൽ ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ ബിജോയ് സാറിൻ്റെ നേതൃത്വത്തിൽ മികച്ച ഒരു കൃഷിത്തോട്ടവും ഫലവൃക്ഷത്തോട്ടവും നിർമ്മിക്കുകയുണ്ടായി. പാവൽ, പയർ, വെണ്ട, തക്കാളി, കോവൽ, മുളക്, നിത്യവഴുതന തുടങ്ങിയവ കൃഷി ചെയ്യുകയും അവ കുട്ടികളുടെ ഉച്ചഭക്ഷണ ആവശ്യത്തിലേക്ക് എടുക്കുകയും ചെയ്തു വരുന്നു. മിച്ചമുള്ള പച്ചക്കറികൾ വിറ്റ് കിട്ടുന്ന തുക അശരണരെ സഹായിക്കുവാനും ഉപയോഗിക്കുന്നു. ഈ വർഷത്തെ കാർഷിക വിളവെടുപ്പ് ഉദ്ഘാടനം കടനാട് കൃഷിഭവനിലെ ഓഫീസർ ശ്രീമതി മഞ്ജു ദേവി നിർവഹിച്ചു. സ്കൂളിലെ മികച്ച കുട്ടി കർഷകരെ ആദരിക്കുകയും ചെയ്തു.
PTA അംഗവും യുവ കർഷകനുമായ സജോമോൻ കാഞ്ഞിരത്തിങ്കൽ കാർഷിക പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകുക ഉണ്ടായി. പാലാ രൂപത എഡ്യൂക്കേഷണൽ ഏജൻസി നടത്തിയ കൃഷിത്തോട്ട മത്സരത്തിൽ നമ്മുടെ സ്കൂളിന് 2ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് ക്ലബ്. ഇംഗ്ലീഷ് ഭാഷ പരിപോഷിപ്പിക്കുന്നതിനായി നമ്മുടെ സ്കൂളിൽ ഈ വർഷം ഇംഗ്ലീഷ് കൗണ്ടി എന്ന പേരിൽ ഇംഗ്ലീഷ് ശാക്തീകരണ പരിപാടി നടത്തിവരുന്നു. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നതിനും അനായാസമായി കൈകാര്യം ചെയ്യുന്നതിനുമായാണ് ഇത്തരമൊരു പരിശീലനം നമ്മുടെ സ്കൂളിൽ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. റോൾ പ്ലേസ്, ഗെയിംസ്, ക്ലാസ്സസ്, ഡയറി റൈറ്റിംഗ്, ചാർട്ട് പ്രസൻറ്റേഷൻ മുതലായ ഐറ്റംസ് ഈ ക്ലബിൻ്റെ ഭാഗമായി നടത്തിവരുന്നു. അടൽ ടിങ്കറിംഗ് ലാബ്. കുട്ടികളെ നൂതന സാങ്കേതിക വിദ്യകൾ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ലാബ് പ്രവർത്തിക്കുന്നു. അടൽ ലാബിൻ്റെ നേതൃത്വത്തിൽ അടൽ റോവല്യൂഷൻ 2.0 2024 എന്ന പേരിൽ ഒരു ത്രിദിന പരിശീലന പരിപാടി ഈ സ്കൂളിൽ നടത്തുകയുണ്ടായി. ഈ ക്യാമ്പിൽ സമീപ സ്കൂളിൽ നിന്നുമുള്ള കുട്ടികൾ ഉൾപ്പെടെ 100 കുട്ടികൾ പങ്കെടുത്തു. ഡോക്ടർ പ്രിൻസ് തോമസ്, ശ്രീമതി മോളിക്കുട്ടി ജോൺ എന്നിവർ നേതൃത്വം നൽകുന്നു. ലിറ്റിൽ കൈറ്റ്സ്. കൈറ്റ് മിസ്ട്രസ് ശ്രീമതി സിനി ജോസിൻ്റെയും ശ്രീമതി ജെയിൻ പോളിൻ്റെയും നേതൃത്വത്തിൽ 100ഓളം കുട്ടികൾ ഈ ക്ലബിൽ പ്രവർത്തിക്കുന്നു. മാസ്റ്റർ ജെബിൻ സാമുവേൽ ജോസഫിന് ജില്ലാ ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിക്കുകയുണ്ടായി. ഇലക്ട്രോണിക്സ്, ആനിമേഷൻ, സൈബർ സുരക്ഷ, മലയാളം കമ്പ്യൂട്ടറിംഗ്, പ്രോഗ്രാമിംഗ് തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക വൈദഗ്ധ്യം ഈ ക്ലബിലൂടെ ലഭിക്കുന്നു. ഗൈഡിംഗ്. 24 കുട്ടികൾ ഇതിൽ അംഗങ്ങളായി പ്രവർത്തിക്കുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ അയോണ ഷാബു, മരീന ബിജു, അൽഫോൻസ് റോസ് ടെജി, ആൻ ഫൗസ്റ്റീന ടെജി, ആദിത്യ വികാസ് എന്നിവർ രാജ്യ പുരസ്കാർ അവാർഡ് നേടി ഗ്രേസ് മാർക്കിന് അർഹത നേടി. ശ്രീമതി ഷെറിൻ സാജൻ നേതൃത്വം നൽകി വരുന്നു. സ്കൗട്ടിംഗ്. 15 കുട്ടികൾ ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. ജനുവരി മാസത്തിൽ നടന്ന രാജ്യപുരസ്കാർ പരീക്ഷയിൽ 6 കുട്ടികൾ വിജയകരമായി പങ്കെടുത്തു. പ്രഥമ സോപാൻ, ദ്വിതീയ സോപാൻ പരീക്ഷകളിൽ പങ്കെടുത്ത് നമ്മുടെ കുട്ടികൾ വിജയം വരിച്ചു. സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ജോൺസ്മോൻ സാറിൻ്റെ നേതൃത്വത്തിൽ സജീവമായി സ്കൗട്ട് കുട്ടികൾ പങ്കെടുക്കുകയും എല്ലാ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. റെഡ് ക്രോസ്. ജൂനിയർ റെഡ് ക്രോസിൻ്റെ 2 യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു. A, B, C ലെവൽ പരീക്ഷകൾ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. ശ്രീമതി ശാലിനി ബേബി നേതൃത്വം നൽകി വരുന്നു. സഞ്ചയിക പദ്ധതി. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനായി കേരള സർക്കാർ പദ്ധതിയായ സഞ്ചയിക പദ്ധതി ഈ വർഷം മുതൽ സ്കൂളിൽ നടപ്പിലാക്കി. 60ഓളം കുട്ടികൾ ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. ഓരോ മാസവും നിശ്ചയിക്കപ്പെട്ട ദിവസം കുട്ടികൾ ഈ പദ്ധതിയിൽ പണം നിക്ഷേപിക്കുന്നു. ശ്രീമതി സുമി മാത്യു നേതൃത്വം നൽകുന്നു. വാർഷിക ധ്യാനവും കൗൺസിലിംഗും. കൊടുമ്പടി താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ബഹുമാനപ്പെട്ട സിസ്റ്റർ കൊച്ചുത്രേസ്യ CMCയുടെ നേതൃത്വത്തിൽ 13 അംഗ ടീം ചേർന്ന് 2 ദിവസത്തെ ധ്യാനവും സന്മാർഗ ക്ലാസും കൗൺസിലിംഗും നടത്തി. സ്കോളർഷിപ്പ്. പാഠ്യേതര മേഖലയിൽ മികവ് പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി വിവിധ സ്കോളർഷിപ്പുകൾ നമ്മുടെ സ്കൂളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയ എല്ലാ മാന്യ വ്യക്തികളെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. യാത്രയയപ്പ്. തമസോമ ജ്യോതിർഗമയ. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നീക്കി അറിവിൻ്റെ പ്രകാശം ചൊരിയുന്ന മഹത്തായ കർമ്മമാണല്ലോ അധ്യാപനം. അത് ഒരു ശുശ്രൂഷയും ഒപ്പം മഹത്തായ സേവനവുമാണ്. ഈ ശുശ്രൂഷ ദൗത്യവുമായി കഴിഞ്ഞ വർഷക്കാലങ്ങളിൽ സ്തുത്യർഹവും പ്രശംസനീയവുമായി സേവനം ചെയ്ത ശേഷം ഔദ്യോഗികമായി സർവീസിൽ നിന്നും വിരമിക്കുന്ന നമ്മുടെ സ്നേഹനിധികളായ ബഹുമാനപ്പെട്ട സിസ്റ്റർ ടിൻസ കുന്താനം SABSനും
ശ്രീമതി ടെസി ചെറിയാനും ഹൃദയം നിറഞ്ഞ യാത്രാമംഗളങ്ങൾ ആശംസിക്കുന്നു. ഈ സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷാകർത്താക്കളുടെയും പ്രത്യേക നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. നന്ദിയുടെ വാക്കുകൾ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ വിശിഷ്ട വ്യക്തികളെയും, പ്രത്യേകിച്ച് പാലാ രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ സെക്രട്ടറി റവറൻഡ് ഫാദർ ജോർജ് പുല്ലുകാലായിൽ അച്ഛനെയും ഞങ്ങൾക്കുള്ള കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. സകലത്തിൻ്റെയും വിധാതാവായ സർവേശ്വരന് മുമ്പിൽ സവിനയം പ്രണമിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ യോഹന്നാൻ മാംദാനയുടെ മധ്യസ്ഥ ശക്തിക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഈ സംക്ഷിപ്ത റിപ്പോർട്ട് സമർപ്പിക്കുന്നു.